Assalamualaikum. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇസ്ലാഹി ഫോറം ഇൻഫോപാർക്കിലെ ഇസ്ലാഹി പ്രവർത്തകർക്ക് വേണ്ടി രൂപീകരിച്ച ഒരു സംഘമാണ്. രൂപീകരണത്തിന് ശേഷം ഏതാണ്ട് 9 ക്ലാസുകൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കൂടുന്നത്. ഇന്ന് നമ്മോട് സംസാരിക്കാനായിട്ട് ഖുർആൻ ചിന്തനം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഫിറോസ് കൊച്ചിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ തറാ ഇദൽ മുജ്രിമൂന നാകിസൂ റൂഅൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നിഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. സ്നേഹതരയായ സഹോദരന്മാരെ, ആദ്യമായി നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തുകയാണ്. വൈകിപ്പോയി ക്ഷമിക്കണം. വേറൊരു സ്ഥലത്തൊരു പ്രോഗ്രാം, അതൊരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു എൻഡിങ് ആയിരുന്നു. മഴ വരെ ഒന്ന് നീണ്ടുപോയി. അരമണിക്കൂർ പരിപാടി നീണ്ടതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി അരമണിക്കൂർ ഷാർപ്പ് വൈകിയത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമായി ഉണർന്നു. ഇവിടെ ഖുർആനിനെ പറ്റിയിട്ടുള്ള ചില ചിന്തകൾ മാത്രം നിങ്ങളോട് അവതരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. എന്നോട് ഷെഹല് ചോദിക്കേണ്ട ഏത് വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കേണ്ടത്. ഖുർആനിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്നുള്ളതാണ്. ഖുർആൻ ഇങ്ങനെ സ്വന്തമായ ഒരു പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ കടന്നു വന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ എന്ത് വിഷയമിട്ട് വിളിക്കണം എന്ന് ചോദിച്ചത്. അപ്പൊ എനിക്കെന്നെ പറയാൻ പറ്റുള്ളൂ ഇത് എന്തൊരു വിഷയമായിട്ട് എങ്ങനെ ഇതിനൊരു പേര് കൊടുക്കും. അപ്പൊ എന്റെ ഖുർആൻ പഠനങ്ങളിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ചില ചിന്തകൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ചില ചിന്തകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഒരുപക്ഷെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. കാരണം ഞാൻ വലിയ പണ്ഡിതനൊന്നല്ല, ഒരു ഖുർആൻ പഠിതാവാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും യോജിപ്പോ ചോദ്യമോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്കത് ചർച്ചയും ചെയ്യാം. ഈ മനുഷ്യന്റെ കഴിവുകളെ സംബന്ധിച്ച് ഖുർആൻ പറയാറുണ്ട്. മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. അപ്പോ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊല. മനുഷ്യന് നൽകിയിട്ടുള്ള അവന്റെ കേൾവി, അവന്റെ കാഴ്ച, അവന്റെ ചിന്തകൾ, ഇതിനെപ്പറ്റിയൊക്കെ അള്ളാഹു കൃത്യമായി
ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ വല്ലാത്തൊരു കഴിവാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമതൊരു ഖുർആനായത്ത് നിങ്ങളോട് കേൾപ്പിക്കുകയാണ്. ഫബശ്ശിർ ഇബാദി അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഉലുൽ അൽബാബ്. ഫബശ്ശിർ ഇബാദി അല്ലദീന യസ്തമിഊനൽ ഖൗല. അല്ലാഹുവിന്റെ അടിയാറുകളോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കും. വയത്തബിഊന അഹ്സന, അവർ ഇത്തിബാഅ് ചെയ്യും, ഫോളോ ചെയ്യും. അഹ്സൻ, അതിൽ അഹ്സനായിട്ടുള്ള ഏറ്റവും നല്ല പെർഫെക്ഷൻ എന്നാണ് അഹ്സൻ എന്ന് പറയുന്നത്. അതിനെ അവർ ഇത്തിബാഅ് ചെയ്യും, ഫോളോ ചെയ്യും. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാണ് അള്ളാഹുവിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഗൈഡൻസ് കിട്ടിയവർ, ഹിദായത്ത് കിട്ടിയവർ. വഉലൈക, അവർ തന്നെയാണ് ഉലുൽ അൽബാബ്. ഈ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം ഖുർആനിലുണ്ട്. ഉലുൽ അൽബാബ്, മൂളയുള്ളവർ, അത്യാവശ്യം കുറച്ചൊക്കെ മൂളയുള്ളവർ അവരാണ് എന്നുള്ളതാണ്. അപ്പൊ ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള ഒരു ഗുണം ബുദ്ധിമാന്മാരുടെ സ്വഭാവമാണ്. ഒരു വാക്ക് പറയുന്നത് കേൾക്കുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ ഒരു സ്വഭാവമാണ്. ബുദ്ധിമാന്മാരുടെ ക്വാളിറ്റി പറഞ്ഞ ആള്. അതിന് തൊട്ട് മുമ്പ് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് ലഭിച്ചവരുമാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് ലഭിച്ചവരുടെ ക്വാളിറ്റികളിൽപ്പെട്ട ഒന്നാണ് യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോ ഈ കേൾവി എന്നുള്ള ഗുണത്തെ പറ്റിയുള്ള ഒരു 3 ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അതിൽ 2 ഇപ്പൊ പറയാ. ഒന്ന് ആദ്യത്തിൽ തുടങ്ങി. ഒന്ന് നിങ്ങളുടെ കേൾവിയെ പറ്റി ചോദ്യം ചെയ്യും, കാഴ്ചയെ പറ്റി ചോദ്യം ചെയ്യും, നിങ്ങളുടെ ബുദ്ധിയെ പറ്റി ചോദ്യം ചെയ്യും. മറ്റൊന്ന് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഹിദായത്ത് കിട്ടുന്നവരുടെ ക്വാളിറ്റി എന്താണ് എന്ന് പറഞ്ഞു കൊടുത്ത് കേൾക്കുന്നവരായിരിക്കും അവർ, വാക്കുകൾ കേൾക്കാൻ കഴിയുന്നവരായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ സമഅ് എന്നുള്ള പദത്തിലേക്ക് പിടിക്കാൻ തുടങ്ങിയത്. എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഖുർആനായത്തുകളുണ്ട്, അള്ളാഹിന്റെ ക്വാളിറ്റി പരിചയപ്പെടുത്തുന്ന ഖുർആൻ. അവിടെ എല്ലായിടത്തും ഇന്നല്ലാഹ പറഞ്ഞു സമീഉൻ അലീം. ഇനി കാഴ്ച കൂടി ചേർത്ത് പറയുന്നിടത്താണെങ്കിൽ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹിന്റെ ക്വാളിറ്റി പറഞ്ഞു ഫസ്റ്റ് പറയുന്നത് സമഅണ്. അള്ളാഹിന്റെ ക്വാളിറ്റി പറയുമ്പോൾ അള്ളാഹു ബസീറുൻ സമീഉ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് ഒന്നുമില്ല. അള്ളാഹിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖുർആനിലില്ല. അവിടെ സം ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, പിന്നെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ബസർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എന്റെ ചിന്ത സമഉൽ ബസർ ഇതിലേക്ക് പോയത്. അപ്പൊ അള്ളാഹിനെ പരിചയപ്പെടുന്നു. പിന്നെ ഖുർആനില് ഈ പദങ്ങള് അന്വേഷിക്കാൻ തുടങ്ങി. സമീ എന്നുള്ള പദം, സം എന്നുള്ള പദം, ബസർ എന്നുള്ള പദം. ഇതവിടെ നിന്ന് കേട്ട ഇതാണ് കേട്ട. ഈ കാഴ്ച കേൾവി കേൾക്കാൻ കഴിയാത്ത ആളുകൾ, കാഴ്ചയില്ലാത്ത ആളുകൾ, അന്ധന്മാര്, കാഴ്ചയില്ലാത്തവർ, ബധിരന്മാര്, ഡഫ്, ഇവർ രണ്ടുപേരെ നമ്മൾ ലോകത്ത് കാണാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സിമ്പതി ആരോടാണ്? ഏത് നിങ്ങൾക്ക് കേൾക്കുന്നവരെ കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം മൈക്കില്ലെങ്കിലും കേൾക്കും. ഇവിടെ മൈക്ക് വേണ്ട, പൊതുവെ ഞാൻ മൈക്ക് ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ പറയുന്നത് കേൾവിയെ പറ്റിയിട്ടില്ലേ. അപ്പൊ കേൾക്കുന്ന രൂപത്തിൽ ഞാൻ പറയണ്ടേ.
ഓക്കെ. അപ്പോ ഈ സ്പീച്ചിന്റെ സ്റ്റാൻഡിന്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കുറെ ഔപചാരികതകൾ വരും. അപ്പോ ഈ കേൾക്കുന്ന ഈ ബധിരന്മാരെയും അന്ധന്മാരെയും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. പൊതുവെ സമൂഹത്തിന് ആരോടാണ് സിമ്പതി കൂടുതൽ? ഒരു ബധിരൻ നിൽക്കണം, ഒരു അന്ധൻ നിൽക്കണം. ആരോടാണ് സിമ്പതി കൂടുതൽ? ലോസ് ഓഫ് വിഷൻ. എന്റെ പടച്ചാനെ, അയാളെ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളോട് സിമ്പതി. അയാളെ പിടിച്ച് നടത്താൻ ശ്രമിക്കുന്നു, അയാളെ ഇതാക്കാൻ ശ്രമിക്കുന്നു. കേൾവിയില്ലാത്തവരുടെ മുമ്പിൽ നമ്മളൊരു തമാശ കഥാപാത്രമാണ്. എന്നിട്ട് അയാളെ നമ്മൾ വിളിക്കും എന്തെന്ന്? പോട്ടൻ. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? മനുഷ്യ ജീവിതത്തിന്റെ പ്രയാണങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അന്ധന്മാരെ പറ്റിയും ബധിരന്മാരെ പറ്റിയും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ആർക്കാണ്? ബധിരനാണ് ജീവിതത്തിൽ സംഭവം. നമ്മൾ ബധിരന്മാർക്ക് മൈൻഡ് ചെയ്യാറില്ല. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളാണ് ബധിരന്മാർക്ക് സംഭവിക്കുന്നത്. അന്ധന് ദുനിയാവിൽ എന്താ നഷ്ടം സംഭവിക്കുന്നത്? കാഴ്ച എന്ന് പറയരുത്. അന്ധന് സംഭവിക്കാൻ കൂടെ എന്താണ് കാഴ്ച എന്ന് പറയണത്? അന്ധന് സംഭവിക്കുന്ന ലോസ് എന്താണ് ദുനിയാവിൽ? നിങ്ങൾക്ക് പറയാം. ഞാൻ പറയുന്നു, ദുനിയാവിൽ അവന് സംഭവിക്കുന്ന ലോസ് ഒരെണ്ണം മാത്രമാണ് ലോസ്. ബാക്കിയെല്ലാം അയാൾക്ക് അറിയാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. എന്താണെന്നറിയാതെ? വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. അന്ധന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ലേ? വിഷൻ എന്ന് പറയുന്ന കാഴ്ചക്ക് കണ്ടുവേണമെന്നില്ലല്ലോ, കാഴ്ചപ്പാടുകളല്ലേ വിഷൻ. അന്ധന് നഷ്ടപ്പെടുന്നത് എന്താണ് ഈ ദുനിയാവിൽ? അന്ധന് നഷ്ടപ്പെടുന്നത് ഒന്ന് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വിയോജിക്കുമെന്നറിയില്ല. വർണ്ണം മാത്രമാണ് ഈ ദുനിയാവിൽ നഷ്ടപ്പെടുന്നത്. പച്ച, ഒരു പച്ച നിറം എന്ന് പറഞ്ഞാൽ അന്ധന് അതൊരു ജന്മനാൽ അന്ധനായിട്ടുള്ളവരുണ്ടാവും. ഇപ്പൊ എന്റെ വീടിനടുത്തുള്ള നമ്മള് ഒരു കുട്ടി ജനിച്ചപ്പോ 2 കണ്ണും ഐബോൾ കാലിയായിരുന്നു. കണ്ണില്ല, കണ്ണിന്റെ ഭാഗം കുഴിഞ്ഞിരിക്കണം. കണ്ണിന്റെ ഒരു സെൽസും ആ കുട്ടിക്കില്ല. പക്ഷെ ആ കുട്ടി സ്കൂളിൽ ഫസ്റ്റ് ആയിട്ടാണ്. നല്ല ചിന്തകൾ ആ കുട്ടിക്കുണ്ട്. അത് നടക്കട്ടെ. ഒരു അന്ധന് ദുനിയാവിൽ നഷ്ടമാകുന്നത് നിറങ്ങളുടെ ലോകം മാത്രമാണ്, വേറൊന്നും നഷ്ടമാണില്ല. പച്ച എന്നുള്ളത് അന്ധനെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി മാത്രം സെൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആ സാധനം എങ്ങനെയെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പച്ച, മഞ്ഞ, ചുവപ്പ്, എക്സെപ്റ്റ് ഓൾ, എല്ലാ കാര്യങ്ങളും ഒരു എന്തിനറിയാം? ആനന്റെ രൂപം ഉണ്ടാക്കിയിട്ടാണ് എന്തിനറിയണത് ആന എങ്ങനെയാണ്. തെങ്ങിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുത്താൽ തൊട്ടറിയും. അപ്പൊ നിങ്ങള് ഒരു അന്ധൻ ലോകത്തെ കുറിച്ച് അറിയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവന് വർണ്ണം എന്ന ലോകം ഒഴിച്ച് ബാക്കി എല്ലാവനും കിട്ടും. ഇനി ബധിരന് നഷ്ടമാകുന്നത് എന്താണ്? ഇനി ബധിരന്മാരുടെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? ബധിരന്മാർ 99.9% ബധിരന്മാർ. അവർക്ക് ചെവിടിന് കേൾവി നഷ്ടപ്പെടുന്നതോടുകൂടി ഈ ഒരു ഗുണം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? സംസാരിക്കാൻ പറ്റാത്തത്. സംസാരിക്കാൻ അവർക്ക് കഴിയും, പക്ഷേ കേൾവി എന്ന് പറയുന്നത് സംസാരവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ഇപ്പൊ ഞാൻ വോയിസ് നിങ്ങളുടെ മുമ്പിൽ മോഡുലേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അട്രാക്ഷൻ എനിക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് കേൾവി കുറഞ്ഞവന് അവന്റെ ശബ്ദം പോലും അവനിക്ക് കേൾക്കാൻ പറ്റില്ല. കേൾവി കുറഞ്ഞവനല്ല, കേൾവിയില്ലാത്തവൻ. അപ്പൊ അവനിക്ക് വോയിസ് മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ശബ്ദം വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, സംസാരത്തിന് ഇമ്പം ഉണ്ടാവില്ല, സംസാരിക്കാനും പറ്റില്ല. ജന്മനാ ബധിരനായവന് സംസാരിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ബധിരത കൊണ്ട്
ഒരു കഴിവിനെ വേറൊരു കഴിവിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കഴിവിനെ നഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ബദിരിന് എന്തെല്ലാമാണ് കഷ്ടമാവുന്നത്. ഫിലോസഫിയുടെ ഒരു 90% അവനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. ഫിലോസഫി പോട്ടെ, ഖുർആനിലെ ബുദ്ധി കൊണ്ടും നമ്മളുടെ ചിന്ത കൊണ്ടും നേടാൻ കഴിയാത്ത പല ഇൽമുകളുണ്ടല്ലോ. അതിലൊന്നാണ് അള്ളാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? അള്ളാഹ് നമ്മളുടെ ബുദ്ധിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അള്ളാഹിനെ പറ്റി പരിചയപ്പെടുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഈ അള്ളാഹിനെ പറ്റി മുഴുവനായിട്ട് കൺവിൻസ് ചെയ്യാൻ ഒരു ബദിരിനെ പറ്റിയെന്ന് വരില്ല. പരലോകം, ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എന്റെ ഭാഷയുടെയും പദങ്ങളുടെയും ഒക്കെ മികവ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ കേട്ടാൽ മാത്രമേ അള്ളാഹിനെ കുറിച്ചും പരലോകത്തെ പറ്റിയും മലക്കുകളെ പറ്റി, ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? മറഞ്ഞതെന്നാണ്, കണ്ണിന് കാണാൻ പറ്റാത്തതാണ്. ജന്നത്ത് എന്നുള്ള പദം, ഭൂമിയെ ജന്നത്ത്, ഇത് ജന്ന പൂന്തോട്ടങ്ങൾ മറക്കുന്നത് കൊണ്ടാണ് ജന്ന. അതിൽ നിന്നാണ് ജിന്ന് എന്നുള്ള പദം ഉണ്ടായത്. ജിന്നിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇനി അന്ത്യനാളിൽ നടക്കുന്ന ഖിയാമത്തിന്റെ മനുഷ്യരുടെ വേളകളെയൊക്കെ എങ്ങനെയാണ് ഒരു ബദിരനെ കൺവിൻസ് ചെയ്യാൻ കഴിയുക? കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ ബദിരന്മാർക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ആൾക്കാർ പറയും, റോസ് പറയണ ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അതൊരു 50% ഇവിടെ കൺവിൻസ് ആവുള്ളൂ. 100% കൺവിൻസ് ആവൂല. ചരിത്രത്തിന്റെ വ്യതിരിക്തതകളെ, ചിന്തകളുടെ, ഫിലോസഫികളുടെ ഒരു വലിയ ലോകം തന്നെ ബദിരിന് മിസ്സിംഗ് ആണ്. കാവ്യത്തിന്റെ പ്രത്യേകത എന്താണ്? കവിതകളുടെ ലോകത്തിന്റെ, ഖുർആനിന്റെ കാവ്യസുഖങ്ങൾ. കവിത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പൊ പ്രത്യേകിച്ചൊക്കെ നമ്മളെ കൊച്ചുകുട്ടികളൊക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ വെച്ച കൊച്ചുകുട്ടികൾ വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും. ആ കൊച്ചുകുട്ടികൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായ, അതിൽ നിറങ്ങൾ മങ്ങുകയില്ല കട്ടായ ഞാൻ ബാക്കി പാടും. അത്ര ഇൻഫ്ലുവൻസിങ് വേർഡാണ് ലാംഗ്വേജിന്റെ. കൊച്ചുകുട്ടികൾ വരെ സ്വാധീനിക്കുന്നത്. ഈ ലോകങ്ങളൊക്കെ, സാഹിത്യത്തിന്റെ ലോകങ്ങൾ, ചിന്തയുടെ ലോകങ്ങൾ, അങ്ങനെ ശബ്ദത്തിന്റെ മാസ്മരികതകളുള്ള സംഗീതത്തിന്റെ ലോകങ്ങൾ, എന്തൊക്കെയാണ് മിസ്സിംഗ് ആവുന്നത് ഒരു ബദിരിന്? പക്ഷെ ഒരു അന്ധനെടുത്ത് നോക്കിക്കോ, ഫിലോസഫിയുടെ ആശമരയും അന്ധന്മാരെയും എടുത്തു നോക്കി. അന്ധന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്, അന്ധന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ട്, അന്ധന്മാരായിട്ടുള്ള മുഫ്തിയുണ്ട്, ഗ്രാൻഡ് മുഫ്തി. ആ ദുനിയാവിൽ ഒരു 50% ഹാഫ്ലിങ്ങളോ ആരാണ്? നിയർലി 50 അല്ലേ? അന്ധന്മാരാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പൊ ചരിത്രത്തിൽ നിങ്ങൾ അന്ധന്മാരെ നിങ്ങൾ എടുത്ത് പഠിച്ചാൽ ഒട്ടുമിക്ക മേഖലകളിലും അവർ മനുഷ്യത്വത്തിന്റെ എല്ലാവിധ സൂപ്പർ ലേറ്റീവായിട്ടുള്ള തലത്തിലേക്ക് അവർ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യ കഴിവുകളുടെ മികവിന്റെ ലോകത്ത് എത്ര ബദിരന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും? നിങ്ങളുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടക് 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 1 2 3 4 കിടക്കട്ടെ. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയ ചോദ്യങ്ങൾ. അപ്പോ അന്ധനെയും ബദിരിനെയും നിങ്ങൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ഈ ദുനിയാവിലെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവരുടെ ഞാൻ മനസ്സിലാക്കുന്നത്, ബദിരന്മാരെ ഹിസാബ് ചെയ്യണതില് പടച്ചവന്റെ ഭയങ്കര വലിയൊരു ഇളവുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷെ എന്നോട് വിയോജിപ്പുണ്ടായിരിക്കാം, പക്ഷെ അതങ്ങനെ ഇരിക്കും. ബദിരന്മാരെ അന്ധന്മാരെ അങ്ങനെ വിടൂല. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ഹറിബറയായിട്ട് വന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി അബ്ദുല്ല ഇബ്നു ഉമ്മി മക്തൂം, ചരിത്രത്തിലെ അല്ലെ അബ്ദുല്ല ഇബ്നു ഉമ്മി മക്തൂമിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നമസ്കാരത്തിന്റെ കണിശത പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തിടാറുണ്ട് അല്ലെ. എന്താണ് ഉമ്മി മക്തൂം ചോദിച്ചു, പ്രവാചകൻ ഞാനൊരു അന്ധനാണ്,
അവ രാത്രി കാലങ്ങളിൽ നിസ്കരിക്കാൻ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതെ, അന്നാ ഓക്കെ റസൂൽ ഓക്കെ പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞിട്ട് റസൂൽ വിളിച്ചു, ഇവിടെ വന്നേ, താങ്കൾക്ക് ബാങ്ക് വിളിക്കുന്ന കേൾക്കാമോ? ആ കേൾക്കാം. അന്ന പറഞ്ഞോട്ടാ. രസമെന്നറിയോ, ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ സംബന്ധിച്ചോളം രാവും പകലും എന്താ വ്യത്യാസം? ഞാൻ നെട്ടിപ്പോയി ആ ചരിത്രം വായിച്ചു. പടച്ചോനെ, റസൂലിന് എങ്ങനെ എക്സെപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ, ഇതുപോലൊരു പഠനം നടന്നെങ്കിൽ നമ്മളെ ആരിഫിനെ പോലുള്ള സാധനങ്ങളൊക്കെ കയറി അടിച്ചു ചിലപ്പോ. എന്തെന്ന് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ സംബന്ധിച്ചിടത്തോളം രാവും പകലും ഈക്വലാണ്. പിന്നെ എന്തിനാണ് രാവിലെ ഒരു എക്സെപ്ഷൻ? പക്ഷെ അവിടെ ഈ ഒരു ആ ഹദീസ് നമ്മൾ വായിക്കുമ്പോ ഈ ഒരു ചിന്തയിലും കൂടി പോകണം. അല്ലാണ്ട് നമസ്കാരത്തിന്റെ കണിശത പറയുന്നിടത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അന്ധന് ദുനിയാവില് പലതും ആർജിച്ചെടുക്കാൻ കഴിയും. അന്ധന്മാരെ കോൺഫിഡൻസ് കണ്ടിട്ടുണ്ടോ? ആഭാര കോൺഫിഡൻസ് ആണ് അന്ധന്മാര്. എങ്ങനെ നടന്നു? ഇരുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സിബിഷൻ നടത്തിയില്ലേ അല്ലേ? അതിന്റെ ഉള്ളില് ഞാൻ കയറി. ഞാൻ ഈ വിഷയമൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിലുണ്ടാ ഉള്ളിൽ കയറിയിട്ടേ 3 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് എന്റെ BP അങ്ങോട്ട് കൂടി. ഒരു രക്ഷയില്ല, ചെങ്ങാന്മാര് പൊക്കമുള്ള സ്ഥലത്ത് കൂടി കയറ്റിക്കൊണ്ടോണേ. അപ്പൊ അന്തരടുത്ത്, നിങ്ങൾ പേടിക്കല്ലോ മനുഷ്യ, എന്ത് പേരൊട്ടണോ? ഞാൻ വരച്ചോയി. ആദ്യമായിട്ട് പോയപ്പോ ഈ ഇരുട്ടായത്. ആദ്യം എന്നെ അതൊക്കെ ആരും കാണിപ്പിക്കൂലല്ലോ. കുറച്ച് സമയം ഉണ്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് ചുറ്റിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിറക്കാൻ തുടങ്ങിയപ്പോ, നിങ്ങൾ വിറക്കുന്നുണ്ടല്ലേ, പേടിക്കുന്നുണ്ടല്ലേ, പേടിക്കണ്ടോ, ഞാനുണ്ട്. ആരാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. ആ പറ കോൺഫിഡൻസ്. ഈ വിഷയം ഞാൻ ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചപ്പോ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, മോനെ, എന്റെ വീട്ടിൽ ബാപ്പാക്ക് കണ്ണ് കണ്ടുകൂടാ, ഉമ്മാക്ക് ചെവിയും കേൾക്കൂല. അദ്ദേഹത്തിന്റെ വാർദ്ധക്യം എന്ന് പറഞ്ഞ. എന്നിട്ട് അദ്ദേഹം ഫിറോസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്റെ ഉമ്മാനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെവിടേക്കോ ഉമ്മാനൊരു കാര്യം പറഞ്ഞു ധരിപ്പിക്കാൻ ഭയങ്കര പ്രയാസം. ബാപ്പാക്ക് കണ്ണുണ്ടൂടാ, പക്ഷെ ബാപ്പ ഭയങ്കര കാമൻ കൊയ്റ്റാണ്. എന്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്യാ? പാപ്പ എന്തോ ആശുപത്രി പോകണം, ഇന്ന് നമ്മളെങ്ങനെ കല്യാണത്തിന് കല്യാണം. ഉമ്മാനോടതല്ല താലത്തി പറയും. ബദിരിമാരെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാൻ വേണ്ടി അവർക്ക് ഭ്രാന്താവും, ദേഷ്യം വരും. ഇനി നമ്മൾ അങ്ങോട്ട് പറയണ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കും ഭ്രാന്താവും. കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് നമ്മൾ പറയണ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ദേഷ്യം വരുമല്ലോ, നമ്മുടെ ടെമ്പർ കയറും. അപ്പോ ഇത് ഞാനിപ്പോ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംത് എന്ന് പറഞ്ഞതിന്റെ ഗുണത്തെ പറ്റിയിട്ടാണ്. കേൾവി എന്ന് പറഞ്ഞ അപാരമായ ഒരു കഴിവ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ നോർമലായ ഒരു പേഴ്സൺ ആവുന്നത്. ഖുർആന്റെ ചിന്ത എവിടെയാണ്? അള്ളാനെ പരിചയപ്പെടുത്തുന്നിടത്തേക്ക് ആദ്യത്തെ ക്വാളിറ്റി എന്താണ്? പിന്നെയാണ് ബസർ പറയാൻ. നമ്മളുടെ ക്വാളിറ്റികളിലും അധികവും എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആദ്യം ചോദിച്ചാൽ നിങ്ങളെടുത്ത് ചോദിച്ചായിട്ട് ഉലുൽ അൽബാബുകളുടെ ക്വാളിറ്റി, അതേപോലെ തന്നെ ഹിദായത്ത് കിട്ടുന്നതിന്റെ ക്വാളിറ്റി, ചെവി ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഹിദായത്ത് കിട്ടും. അപ്പൊ വീണ്ടും ഖുർആൻ വായിച്ചു. ഇവിടെ എവിടെയെങ്കിലും തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റക്കായി പോയി. ആ തിരിച്ചു പറഞ്ഞ ആയത്താണ് ഞാൻ നിങ്ങളുടെ ആദ്യം കേൾപ്പിച്ചത്. സാര സമയമെങ്കിൽ പറയണം. തിരിച്ചു പറഞ്ഞ ആയത്താണ് വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ ലിയഅമൽ സ്വാലിഹൻ ഇന്നാ മുഖിനൂൻ. തിരിച്ചല്ലേ പറഞ്ഞു. പിന്നെ ഖുർആൻ എപ്പോഴേക്ക് സൂറത്തുൽ കഹ്ഫിൽ അബ്സിർ ബിഹി വഅസ്മിർ. ഈ രണ്ട് സ്ഥലത്താണ് എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെ ശ്രദ്ധപ്പെട്ടത് നിങ്ങളെ അടുത്ത് പറഞ്ഞു. ഈ രണ്ട് സ്ഥലത്തിലും വായിച്ചു നോക്കിയപ്പോ ഭയങ്കര കാമായി, ഞാൻ സമാധാനമായി. ഒന്ന് എന്താണെന്നറിയോ?
അള്ളാഹു നന്നായി കാണുന്നവനും നന്നായി കേൾക്കുന്നവനാണ്. അബ്സിർ ബിഹി വാസ്മി. സൂറത്തുൽ കഹ്ഫ് അല്ലേ? കഹ്ഫിന്റെ പശ്ചാത്തലം എന്താണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അന്ന് വരെയുള്ള ആളുകൾ കേട്ടുകേൾവിയാണ്. അല്ല ഏതാണ് ചെയ്തിട്ടുള്ളത്? ആ സംഭവം കണ്ടവനാണ്. അവിടെ അള്ളാന്റെ തിരിച്ചു പറയണം, അല്ല കണ്ടവനാണ്. അപ്പൊ അല്ല പറയുന്നതിനാണ് ആ ഒരു ഇൻസിഡൻസ് നേരിട്ട് കണ്ടവനാണ് അല്ല, കേട്ടവനാണ് അല്ല. അതുകൊണ്ടാണ് അവിടെ ഖുർആനകത്ത് അബ്സിർ ബിഹി വാസ്മി. ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ. ഞാൻ ഇത്ര വെച്ച് എനിക്ക് കിട്ടിയുള്ളൂ, പരിമിതമായ ബുദ്ധി. രണ്ടാമത്തെ രസോട്ടാ സൂറത്ത് സജ്ജതയിലെ ആയത്താണ്. 32-ാം അധ്യായം 13-12. വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. അവരിങ്ങനെ പരലോകത്ത് വന്നിട്ട് കാണും. മുജ്രിമീങ്ങൾ, മോശക്കാരായ ആളുകൾ ഇങ്ങനെ കാണും. എന്ത് കാണും? പരലോകം കാണും. അള്ള പറഞ്ഞതൊക്കെ കാണും, കേൾക്കും. അപ്പൊ അവരവിടെ കിടന്ന് വിലപിക്കണേ, റബ്ബന പടച്ചോനെ അബ്സർന. ഇപ്പൊ കണ്ടു ടൈങ്ങള്. എന്ത്? പരലോകം. എവിടെ പരലോകം? മരിച്ചവരെവിടെ? സ്വർഗം എവിടെ? നരകം എവിടെ? അള്ള എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കാണിച്ചതാണല്ലേ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ നമ്മളോട് പറയണത്. മരിച്ചവും പോയത് കാണിച്ചതാ, സ്വർഗം കാണിച്ചതാ എന്നല്ലേ പറയണത്. അപ്പൊ മുജ്രിമീങ്ങൾ വിലപിക്കുന്ന വിലാപമാണ് റബ്ബന അബ്സർന വസമിഅന ഫർജിഅ. ഇനി നമ്മളെ ഒന്ന് തിരിച്ചുവിടൂ, നിഅമൽ സാലിഹൻ ഇന്നാ മുഖിൻ. നമ്മൾ നല്ലതൊക്കെ ചെയ്തോളാം. വേണ്ട. ഹിദായത്ത് കിട്ടിയവരെന്താണ്? സമീഅന വഅതഅന. ഇതാണ്. അപ്പൊ ഹിദായത്ത് കിട്ടും. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉയർച്ചക്ക്, പഠനത്തിന്, ഹിദായത്തിന്, വളർച്ചക്ക്, ഡെവലപ്മെന്റിന് എല്ലാം ഏറ്റവും നല്ലൊരു സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് കാതാണ്. ആ കാതിനെ നമ്മൾ വളരെ നന്നായി ഉപയോഗപ്പെടുത്തുന്നവർ ഹിദായത്ത് കിട്ടാം, ബുദ്ധിമാന്മാർ മാറും. ഇപ്പൊ പിന്നീട് കുറെ പഠനമുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് മറ്റൊരു സംഭവമാണ്. ഇനി ഈ കേൾവിയുടെ ക്വാളിറ്റിയുടെ പ്രത്യേകത എന്താണ്? ഈ കേൾവിയുടെ പ്രത്യേകത ഒന്ന്, ബുദ്ധിമാന്മാരുടെ ലക്ഷണം. ഈ കേൾക്കുക എന്ന് പറയുന്ന ക്വാളിറ്റിയാണ് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും, ലേണിംഗ് LD. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും. അറ്റൻഷൻ കേൾക്കൂല, ഇവര് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് പ്രവൃത്തി തുടങ്ങും, അടങ്ങിയിരിക്കൂല. ലിസണിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ഈ ലിസണിങ് കപ്പാസിറ്റി ചെറുപ്പത്തിലേ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന കുട്ടികൾ പ്രവൃത്തിയേക്കാൾ കൂടുതൽ ഒബ്സർവ് ചെയ്ത് കേൾക്കുന്ന കുട്ടികൾ നോക്കി അവന്മാർ ബേസിക്കലി ബുദ്ധിമാന്മാരായിരിക്കും. LD ഉണ്ടാവൂല. അവർക്ക് ഭാഷാപരമായ ഒരു മികവ് കാണിക്കും, പഠനത്തിലെ ഒരു മികവായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഈ കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പൊ ഇവിടെ കിടന്ന് ചില കുട്ടികളുണ്ട് ഹൈപ്പർ ആക്റ്റീവ്, ADHD എന്നതിനെ പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ്. രണ്ടും ഒന്നിച്ചുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവാം. ഏതായാലും പഠനത്തിന് പ്രൈമറി നമുക്ക് പ്രാഥമികമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ചെവിടാണ്. ഇനി കാത് ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തൊക്കെയുണ്ട്? കാത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സന്തോഷങ്ങൾ, വികാരങ്ങൾ ശമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് കാതിന്. പഠിക്കാനുള്ള കഴിവ്, ബുദ്ധിയുണ്ട്, ഹിദായത്തുണ്ട്. മറ്റൊരു പ്രത്യേകത, കാതിന് വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. എങ്ങനെയാണ്? ഞാനൊരു വിഷമമുണ്ട്, എനിക്കൊരു വിഷമമുണ്ട്. എന്റെ വിഷമം നിങ്ങൾ കേട്ടാൽ എന്റെ വിഷമം കുറയോ കൂടുവോ? ഒരാളുടെ വിഷമം കേൾക്കുക, അത് കേട്ടാൽ അവരെന്റെ വിഷമം, എന്റെ സന്തോഷം നിങ്ങൾ കേട്ടാൽ എന്റെ സന്തോഷം.
മാജിക്കൽ എക്സ്പീരിയൻസ്. അവരുടെ സന്തോഷം ഞാൻ കേട്ടാൽ അവരുടെ സന്തോഷം കൂടും. അവരുടെ സങ്കടം ഞാൻ കേട്ടാൽ ഒരാൾ കേൾക്കാൻ വേണം. കൗൺസിലേഴ്സ് ഒക്കെ അതിനാണ്. നമ്മൾ കൗൺസിലിംഗ് ഒക്കെ, ഞാൻ സൈക്കോളജി ഒക്കെ പഠിച്ചപ്പോ കൗൺസിലിംഗിൽ ഏറ്റവും പ്രയാസപ്പെട്ട് നേടിയെടുത്ത ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുന്ന് കേൾക്കലാണ്. കേൾക്കാൻ കഴിയുന്ന അപാരമായ ഒരു ഗുണം. അപ്പൊ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെ. മറ്റൊന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചേ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടു ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചെന്ന് പറയുന്ന വാക്കിൽ അർത്ഥം എന്താണ് ശരിക്കും? പല രൂപത്തിൽ പ്രയോഗിക്കാറുണ്ട്. നോക്കിയേ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്തെന്ന് പറയുന്നത്, ഈ ശ്രദ്ധിച്ചേ എന്ന് പറയുമ്പോ ആദ്യം ഇത് കൊടുക്കേണ്ടത് ഏതാണ്? കാതാണ്. ശ്രദ്ധിച്ചാൽ, നിങ്ങൾ എന്റെ വാക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഉറങ്ങൂല. ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഉറക്കം, ഒന്നില്ലെങ്കിൽ എന്റെ ക്ലാസ്സിന്റെ മികവ് കൊണ്ടായിരിക്കും നിങ്ങൾ ഉറങ്ങണം. അപ്പൊ ഈ ഉറക്കം എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാണോ? ശ്രദ്ധിച്ചോളാം. ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അടയാളം എന്താണ്? കണ്ണ് പൂട്ടുക. കണ്ണ് പൂട്ടലും കണ്ണ് തുറക്കലും ഉറക്കവുമായിട്ടൊരു ബന്ധമില്ല. എന്റെ ഒരു മാമയുണ്ട്, കിടന്നു കഴിഞ്ഞാൽ മൂപ്പര് ഉറങ്ങിയാന്ന് അറിയൂല. മൂപ്പര് കണ്ണും തുറന്ന് ഉറങ്ങണം. മൂപ്പര് ഉറങ്ങിക്കഴിഞ്ഞാൽ പകുതി കണ്ണിങ്ങനെ തുറന്നിരിക്കും. എന്റെ ഉമ്മാന്റെ ഫാമിലിയിൽ ദുരൂരുള്ള മിക്കവരും ഉറങ്ങിയോ ഇല്ലെന്ന് തോണ്ടി വരണം. ഹലോ വിളിച്ചു നോക്കണം, എന്നാലേ ഉറങ്ങിയോന്ന് അറിയുള്ളൂ. മൂപ്പര് കണ്ണും തുറന്ന് ഉറങ്ങണത്. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, ഒരു പ്രസംഗം നടക്കണേ. കണ്ണ് തുറന്നിരുന്നത് കൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നത് ഉറങ്ങുന്നില്ല എന്ന് ഞാൻ ഉറപ്പിക്കൂല. ഉറങ്ങാതിരിക്കാൻ ഉറക്കത്തിന്റെ മാനദണ്ഡം എന്താണെന്നറിയോ? ചെവിട് പൂട്ടലാണ്. നിങ്ങൾ എപ്പോ എന്റെ സംസാരത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എന്റെ സംസാരം ശ്രദ്ധിക്കാതിരിക്കുന്നുവോ ആ മൊമെന്റിൽ നിങ്ങൾ വെറുതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും. ഞാൻ കുത്തുബേലൊക്കെ പറയുന്നത് അപ്പ ചാട്ടി നീങ്ങല്ലേ. നിങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നത് ഉറങ്ങുന്നതിനുള്ള തെളിവല്ല. പക്ഷെ നിങ്ങൾ കാത് തുറന്നാൽ നിങ്ങളുടെ ഉറക്കം തെളിവ് കേട്ടോണം. ആദ്യം ചെറിയ തെളിവ് പറയാം. ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കാറില്ലേ രാത്രി? ഏറ്റവും നല്ല എക്സാമ്പിൾ, ലൈറ്റ് ഒക്കെ പൂട്ടി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓട്ട സബ്ജക്ട്, എന്തെങ്കിലുമൊക്കെ നല്ല സീരിയസ് സബ്ജക്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു നോക്കി. സമയം പോണത് അറിയൂല, ഉറക്കവും കിട്ടൂല, കണ്ണൊന്നും കാഴ്ചയൊന്നുമില്ല. സംസാരം, കാത് ആക്റ്റീവ് ആവും തോറും ഉറക്കം പോയിക്കൊണ്ടേയിരിക്കും. കാത് ക്ലോസ് ചെയ്യുന്നതോറും ഉറക്കം. നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ നിങ്ങളെ കാത് ആക്റ്റീവ് ആക്കിയാൽ മതി. ഞാൻ ആദ്യം പറയണത് അപ്പൊ നിങ്ങൾ കാത് ആക്റ്റീവ് ആക്കിയാൽ അതൊന്ന്. രാത്രികളിലാണ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഖുർആനിൽ തെളിവുണ്ട്. എവിടെയെന്ന് അറിയോ തെളിവ്? وَضَرَبْنَا عَلَى آذَانِهِمْ فِي الْكَهْفِ سِنِينَ عَدَدًا. ഗുഹയിൽ അവരെ ഉറക്കിയത് എങ്ങനെയെന്നറിയാമോ? وَضَرَبْنَا عَلَى آذَانِهِمْ, അവരുടെ കാതുകളെ ഞാൻ പൂട്ടി. അപ്പൊ അവർ കിടന്നുറങ്ങി. വർഷങ്ങൾ കിടന്നുറങ്ങി. കണ്ണുകൂട്ടിയതല്ലോ. എന്നിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ആ ഗുഹയിലേക്ക് എത്തി നോക്കിയ കണ്ണും തുറന്നാണ് അവർ ഉറങ്ങിയത്. പേടിച്ച് ഓടിക്കളയും. എന്ന് നോക്കണം പറഞ്ഞ് ഓടിക്കളയും. ആക്ച്വലി അവർ എന്ത് ചെയ്യണ? ഉറങ്ങുകയാണ്. അതല്ല പറഞ്ഞ എന്താണ്? സംഭവം കൊള്ളാല്ലേ? എത്ര നാള് ക്ലിക്കാണ്. അപ്പോ നമ്മളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്താൻ, ബോറിങ്ങിനെ നഷ്ടപ്പെടുത്താൻ, ബുദ്ധിയെ ഉണർത്താൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ, സന്തോഷിപ്പിക്കാൻ, സങ്കടത്തെ മാറ്റാൻ
ഔട്ട് ഓഫ് ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. കാത് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട്, കാതിന്റെ പ്രത്യേകത ഇൻപുട്ടാണ്. മറ്റവയങ്ങളൊക്കെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ കാത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ട്പുട്ടാക്കാൻ പറ്റില്ല. കണ്ണുവരെ ഔട്ട്പുട്ടാക്കാം, നോക്കി ദേഷ്യം വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ കാതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫോർ ഇൻപുട്ട്, ഓൺലി ഫോർ ഇൻപുട്ട്. നിങ്ങൾക്ക് എന്റെ കണ്ണുകൊണ്ട് എന്നെ പ്രസംഗം അവസാനിപ്പിക്കാം, തൂങ്ങണ വരെ കാഴ്ച എന്റെ പ്രസംഗം അപരനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷനില് കാതുകൊണ്ട് കണ്ണൊരു ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാം. പേടിപ്പിക്കാം, സങ്കടം അറിയിക്കാം, സന്തോഷം, കൃഷ്ണമണികളൊക്കെ വികസിപ്പിച്ച് സന്തോഷം അറിയിപ്പിക്കാം. കാതുകൊണ്ട് ചെയ്യാം, അല്ല കണ്ണുകൊണ്ട് ചെയ്യാം. പക്ഷെ കാതുകൊണ്ട് ഇതൊന്നും നടക്കില്ല. ഓൺലി ഫോർ ഇൻപുട്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവതാരകൻ എങ്ങനെയോ അവതരിപ്പിച്ചോട്ടെ, നമുക്ക് നമ്മുടെ കാത് ആക്റ്റീവ് ആക്കിക്കൊണ്ട് നമുക്ക് ആക്റ്റീവ് ലിസണിങ് നടത്താം. ആക്റ്റീവ് ലിസണിങ് നമുക്ക് നടത്താം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അപ്പൊ കാഴ്ച എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഗുണം, കേൾവി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഗുണം, ഈ ഗുണത്തിൽ എന്തുകൊണ്ടാണ് ഖുർആൻ ആദ്യമേ, ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു കേൾക്കുന്നവനാണ് എന്ന് പറയുന്നത് ഈ ഒരു സെൻസിലാണ്. അപ്പോ ആലോചിക്കണം, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും കാതുകൾ സഹായകരമാകും. പക്ഷേ പലപ്പോഴും ഈ കാതുകളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് എന്റെ കാത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണിന്റെ കാഴ്ച പോയാലും കുഴപ്പമില്ല, മരിക്കണ വരെ എന്ത് കിട്ടിയാൽ മതി, കേൾവി നഷ്ടപ്പെടാതിരുന്നാൽ മതി, കേൾവിയുടെ ലോകം നഷ്ടപ്പെടാതിരുന്നാൽ മതി എന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പോയ ചിന്തകളുണ്ട് കുറച്ച്. കാത് നഷ്ടപ്പെട്ടിട്ടും ലോകത്ത് സിംഫണികൾ ഉണ്ടാക്കിയ ബിഥോവൻ കണ്ണില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പോയ രണ്ട് കഥാപാത്രങ്ങളെ ഞാൻ പരിചയപ്പെടും. ഒന്ന്, ലോകത്ത് കാഴ്ചയും കേൾവിയും ഇല്ലാത്ത ഹെലൻ കെല്ലറിന്റെ ചരിത്രം ഇവിടെ ഉണ്ടല്ലോ. അവിടെ കേൾവി ഉണ്ടായിരുന്നില്ല. ഇതെന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളതാണ്. ഞാൻ ഹെലൻ കെല്ലറിന്റെ ആത്മകഥ വായിച്ചിട്ടുണ്ട്. ഹെലൻ കെല്ലറിന്റെ ആത്മകഥ വായിക്കുന്നിടത്ത് കോൺട്രവേഴ്സി ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഹെലൻ കെല്ലറിന്റെ കഥ? കോൺട്രവേഴ്സി ഏതൊക്കെയാണ്? ഹെലൻ കെല്ലർ ഏറ്റവും കൂടുതൽ വേദനിച്ചെന്ന് പറയുന്നത്, ഹെലൻ കെല്ലർ ഒരു കഥ എഴുതി, ഒരു പുസ്തകത്തിലൊരു കഥ എഴുതി. ആ കഥ മുമ്പാരും എഴുതിയ കഥയായിരുന്നു. കോൺട്രവേഴ്സിയാണ്. അപ്പൊ ഹെലൻ പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു എന്റെ ഈ സംഭവം മുമ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഹെലൻ കെല്ലറിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരാള് ഗ്രഹാമിലാണ്, അലക്സാണ്ടർ ഗ്രഹാമിന്റെ ഒരു സ്പെഷ്യൽ എഫേർട്ട് കൊണ്ടാണ് ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭ ലോകത്ത് അറിയപ്പെടുന്നത്. സത്യത്തിൽ എനിക്കത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. കാരണം ആസ് എൻ ഇൻഡിവിജ്വൽ ഹെലൻ കെല്ലർ ഈ റോളൊന്നും എടുത്തിട്ടില്ല. ഹെലൻ കെല്ലറിന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഗ്രാമ്പൽ കൂടെ നിർത്തിയ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കൂടെ. ആ ടീച്ചറിന്റെ പേര് എന്താണ്? ആനി ടൈലർ, അങ്ങനെ എന്തോ ഒരു ഇതായിട്ട്. സോറി, ഞാനത് വിട്ടുപോയി, പെട്ടെന്ന് ഇപ്പൊ തലേന്ന് പോയി. ആ ടീച്ചറാണ് ഈ റോള്. ഈ ഹെലൻ കെല്ലറിന്റെ ഔട്ട്പുട്ടായിട്ടും വർക്ക് ചെയ്യുന്നതും ഇൻപുട്ടായിട്ടും വർക്ക് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ്.
ആനി സള്ളിവൻ, സുള്ളിവൻ അല്ലെ? ആ ഒരു ടീച്ചറാണ് എപ്പോഴും പരീക്ഷ എഴുതാൻ നേരത്തും ഇവരെഴുതിയതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് അത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഉള്ള കാര്യം പറയാം. രണ്ടാമത്തെ ഒരു പ്രതിഭ ബിതോവനാണ്. ബിതോവൻ അറിയാലോ, ലോകത്ത് കേൾവിയില്ലാതെ കൈവിരൽ കൊണ്ട് സംഗീതം. ബിതോവനെ സംബന്ധിച്ചിടത്തോളം ജന്മനാ ബിതോവൻ എന്തല്ല, ബധിരനല്ല. ബിതോവന്റെ 20 സിംഫണി ഉണ്ട് ലോകത്ത് വന്നേക്കണം. അതിൽ 19 സിംഫണി ബിതോവൻ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കേൾക്കാൻ പറ്റുമായിരുന്നു. 20ാമത്തെ സിംഫണിയിലാണ് ബിതോവൻ ഇതായത്. ബിതോവന്റെ ആ കഴിവുകള് പൂർണ്ണമായും ചെവി നഷ്ടപ്പെട്ടതിന് ശേഷം ആ 19 സിംഫണിയുടെ മികവുകളിലേക്കൊന്നും പുള്ളിക്ക് പിന്നീട് എത്താൻ പറ്റിയിട്ടില്ല. ബിതോവന്റെ ചിത്രങ്ങള് ഇതൊക്കെ എടുത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ബിതോവൻ നോർമലായ ബിതോവനിൽ നിന്ന് ഒരു ചൂടനായ ബിതോവനിലേക്കാണ് പോകുന്നത്. ഞാനിതൊക്കെ അവതരിപ്പിക്കും. ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പോയ 2 പ്രതിഭകളുടെ പേര് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാണ്. അപ്പോ ഈ ഒരു കാര്യം കൂടി ഇതിലൂടെ ഇതൊരു ചിന്തകൾ ഇങ്ങനെ വെറുതെ ഞാനിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. നിങ്ങള് ഭയങ്കര ഇന്റലക്ച്വൽ ടീമല്ലേ ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൈമറി തിങ്സ് വെച്ച് പറഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് അങ്ങയുടെ വിഷയത്തിലേക്ക് കടന്നു പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന ഖുർആനിന്റെ 2 പദങ്ങളെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും ലോകത്തിന്റെ വൈവിധ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര ഒരു നിർവൃതിയായിരുന്നു. ഖുർആൻ പഠനത്തിൽ കിട്ടിയ ഒരു പുറത്തുനിന്ന് വായിച്ചപ്പോൾ കിട്ടിയതല്ല, ഖുർആൻ പ്രോക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ്. ഈ സമഅൽ ബസറ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത് എന്റെ കഥയൊക്കെ എടുത്ത് വായിച്ചത്, ബിതോവനെ വെച്ച് വായിച്ചത്. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ ഈ മനുഷ്യ സഞ്ചയത്തിന്റെ ഒഴുക്കുണ്ടല്ലോ, ഈ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു ഫ്ലോ, വളർച്ചയുടെ ഒഴുക്ക്. ഈ വളർച്ചയുടെ ഒഴുക്കിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ടായിരിക്കും ഒരു ബധിരൻ സഞ്ചരിക്കുക. ഒരു ബധിരനെ സംബന്ധിച്ചിടത്തോളം നോർമൽ മനുഷ്യന്മാരെ ആർജിച്ചെടുക്കുന്ന ഗുണങ്ങളിലേക്ക് ഒരു ബധിരന് അതിലേക്ക് വരാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്, എന്റെ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടല്ല, ഈ ക്ലാസ്സിൽ ഒരു സിംപിളി ഒരു ബധിരന് ഒരു അന്ധന് വന്നിരുന്ന് അത് ഗ്രാസ്പ് ചെയ്ത് 100% ഗ്രാസ്പ് ചെയ്ത് എടുത്ത് പോവാം. പക്ഷെ ഈ ഫ്ലോയിൽ ഒരു ബധിരന് ഒരു ചുക്കും കിട്ടൂല. അങ്ങനെ മനുഷ്യന്മാർ, സാധാരണ കാഴ്ചയും കേൾവിയും ഉള്ള മനുഷ്യന്മാരുടെ ഗ്രൂപ്പുകളിൽ അവർ നേടിയെടുക്കുന്ന ഗുണങ്ങൾ, അവർ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളുടെ ഇടയിൽ ഒരു ബധിരൻ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും. അന്ധന്മാരായ ആൾക്കാരെ നമുക്ക് ഇപ്പൊ മഹാരാജാസ് കോളേജിലൊക്കെ അന്ധന്മാരായ ആൾക്കാര് നോർമൽ ക്ലാസ്സിൽ ഇരിക്കാറുണ്ട് ഇല്ലേ? പക്ഷെ ബധിരന്മാരെ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഡെവലപ്മെന്റൽ ഫ്ലോയിൽ ബധിരത ഒരു ബ്രേക്കാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ നോർമൽ മെന്റൽ സ്റ്റാറ്റസ് നിലനിർത്താൻ പോലും കേൾവി ശക്തിക്ക് അപാരമായ കഴിവുണ്ട്. അപ്പോ ആ കഴിവുകൾ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നവരാണ് ഉലുൽ അൽബാബ്. ഇതൊരു ഹിദായത്തിന്റെ വിഷയമാണ്. ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് തന്നിട്ടുള്ള എന്ന് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ നിയമത്ത് പ്രബോധകന്മാർ. ഒരു പ്രബോധകൻ കുറെ പറയുന്നവനല്ല നല്ല പ്രബോധകൻ, ഒരുപാട് കേൾക്കുന്നവനാണ് നല്ല പ്രബോധകൻ. ഒരുപാട് കേൾക്കാൻ കഴിയുന്നവനാണ് ഒരു നല്ല പ്രബോധകൻ.
കേൾപ്പിക്കാൻ കഴിയുന്നവനേക്കാളും. കാരണം എല്ലാവർക്കും കുറെ പറയാനുണ്ടാവും. അവർ പറയുന്നതിൽ നിന്നും കേട്ടിട്ട് അവന് വേണ്ടത് എന്താണെന്നുള്ളത് കൊടുത്താൽ മതി. ചില ദായികളുടെ ഒരു പ്രത്യേകത ദായിയുടെ മനസ്സിലുള്ളത് മുഴുവനും അങ്ങോട്ട് കൂട്ടിച്ചൊരുക്കി കൊടുത്താൽ ദേവത്തായി എന്നുള്ളതല്ല. ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പ്രോസസ് ഭയങ്കര. പ്രവാചകനൊക്കെ വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. പ്രവാചകന്റെ മുമ്പില് ബദവികളൊക്കെ വന്നിട്ട് നീ സ്വർഗത്തിൽ പോണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, മതി, അത്രയും മതി. മറ്റൊരു സ്വർഗത്തിൽ പോണവർ കണ്ടോണ്ട് അത് ആ മനുഷ്യനുണ്ട്. അവിടെ ലിസണിങ് ആണ്, ഇസ്തിമാഅത്ത്. അപ്പൊ ഇസ്തിമാഅത്ത് എന്ന് പറഞ്ഞൊരു ഗുണം ഒരു നല്ല മനുഷ്യനാകാൻ, സ്വർഗത്തിന്റെ ഉടമയാകാൻ, ഒരു നല്ല ഭർത്താവാകാൻ, അല്ലേ? ഇപ്പൊ ഒരു ഇത് പറയുന്നത് ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ത്രീകൾ ഭയങ്കര കഴിവുള്ളവരാണ് സ്ത്രീകൾ. വെറുതെ പറയണ സ്ത്രീകളെ കഴിവില്ല. സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുണ്ട്, പുരുഷന്മാരെക്കാൾ ഒരുപാട് കഴിവുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാനസികമായിട്ട് തന്നെ കഴിവുള്ളവരാരാണ്? സ്ത്രീകളാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്നതിന്റെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹാർട്ട് ഡിസീസ്, കൊറോണറി ഹാർട്ട് ഡിസീസ് ഏറ്റവും കൂടുതൽ വരുന്നത് ആരിലാണ്? പുരുഷന്മാരിലാണ്. സ്ത്രീകളുടെ മരണം നിങ്ങൾ എടുത്തു നോക്കിക്കോ, എത്ര പേരാണ് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത്? പുരുഷന്മാരുടെ മരണം നിങ്ങൾ എടുത്തു നോക്കിക്കോ, മിക്കത് അറ്റാക്ക് ആയിരിക്കും. കാർഡിയാക് പേഷ്യന്റ് അല്ലെ, മെഡിസിൻ ഇതിൽ കുറയ്ക്കുകയാണ്. സ്ത്രീകൾക്ക് വൈകാരികതയെ, വികാരങ്ങൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള അപാരമായ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് ഹൃദ്രോഗികളല്ലാതെ മാറുന്നത്. അതേപോലെ പറയാം, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാനാണ്. ഈ അടുത്ത കാലത്ത് നമ്മളുടെ പരിചയത്തിലുള്ള കുറെ ആളുകൾ അവരുടെ ഭാര്യമാര് മരിച്ചുപോയ ഭാര്യമാര് ചെറുപ്പക്കാരായിട്ട് പറയല്ല, ഒരു 55-60 വയസ്സായിട്ടുള്ള ഇക്കന്മാരുടെ ഭാര്യമാര് മരിച്ചുപോയി. അവർക്കൊന്നും ജീവിക്കാൻ പറ്റണില്ല. ഭാര്യയില് എത്രയോ വിധവകളാണെന്നറിയോ ഭർത്താവില്ലാണ്ട് ഇപ്പോഴും ജീവിക്കണം സുഖസുന്ദരമായിട്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഭർത്താക്കന്മാര് മരിച്ചാലും പെണ്ണുങ്ങൾ ജീവിക്കും. പക്ഷെ നമ്മുടെ ഭാര്യമാര് മരിച്ചാൽ നമ്മള് അധികകാലം വണ്ടി ഓടൂല. അത് ഞാൻ പെണ്ണുങ്ങളെ പറ്റി പറയണം, അത് നമ്മുടെ വിഷയമല്ല. സ്ത്രീകളുടെ വൈകാരികമായ ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ സ്ത്രീകളോട് ചോദിച്ചോളൂ, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടാൽ മതി. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കേട്ടാൽ മതി. എന്ത് ചെയ്യണമെന്നില്ല, പരിഹാരങ്ങളൊന്നും അങ്ങോട്ട് നിർദ്ദേശിക്കണമെന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇൻഫോ പാർക്കിലേക്ക് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഒരു പെണ്ണ് വീട്ടിൽ വന്നിട്ട് ജോലി എടുക്കുമ്പോ വീണ്ടും ജോലി, അല്ലെ? വീട്ടില് ജോലി എന്ന ഭയങ്കര ജോലിയാണ്. അപ്പോ നമ്മൾ അവരോട് എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമായി, ഇതായി എന്നൊക്കെ പറയുമ്പോ ഒരു പെണ്ണിന് ഈ ഒരു പണി ചെയ്യും എന്ന് പറയുന്ന ഒരുപാട് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കും. സ്ത്രീകൾക്ക് ആ പരിഹാരമൊന്നും വേണ്ട. ആണുങ്ങൾ പറഞ്ഞു കൊടുക്കണ പരിഹാരങ്ങളൊന്നും വേണ്ട. അവരുടെ അപ്പോഴത്തെ സ്ട്രെസ് മാറ്റാൻ നല്ലൊരു കാര്യം അത് ആണ്. വിഷമമായോ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായോ, അല്ലെങ്കിൽ നീ പ്രയാസപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോ അവരുടെ സ്ട്രെസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കൗൺസിലേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്ത് മണിക്കൂറുകളോളം ഇരുന്ന് കേൾക്കലാണ്. കേട്ട് കഴിഞ്ഞ് നല്ല സ്ട്രെസ്സിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് കേട്ട് കേട്ട് അവന്റെ സ്ട്രെസ് കുറയുമ്പോ പരിഹാരം ഇവരോട് തന്നെ പരിഹാരം ചെയ്യും. അവരെന്നെ പരിഹാരം നിർദ്ദേശിക്കും. ആ പരിഹാരം നമ്മൾ എഴുതിപ്പിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അങ്ങനെ ഒക്കെയാണ് കേൾവി കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നമ്മൾ അറിയിക്കും. ഇതൊരു ഖുർആൻ പഠനം കൊണ്ട് എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.
എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്നെ തിരുത്താം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും പറയാം, എന്നെ തിരുത്താം. ഞാൻ എന്റെ വാക്കുകൾ താൽക്കാലികമായി നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സംസാരം നിർത്തുന്നു. വാഹൃദമാണെങ്കിൽ എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചേക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ IFI പഠിതാക്കളെ, സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ചിന്താതലത്തിലോട്ട് ഖുറാനിൽ നിന്ന് ഉടലെടുത്ത വലിയ വലിയ ചിന്താതലം, അത് പരന്ന് ഒരുപാട് വിഷയങ്ങൾ പറയാതെ ഒരൊറ്റ വിഷയത്തിൽ ഒരൊറ്റ ചിന്തയിൽ ഊന്നിക്കൊണ്ട് ശരിക്കും അതിന്റെ ഇടയിൽ ഞാൻ പലപ്പോഴും ഒരു സുബ്ഹാനല്ലാഹ് കേട്ടു അവിടുന്ന് ബാക്കുന്ന, പിന്നെ ഒരുപാട് നെടുവേർപ്പെടുന്ന ഫിൽ കഹ്ഫി സിനീന ആയത്ത് എങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത്? ആയത്ത് തുടങ്ങുന്നത് അവരുടെ ചെവി ശരിക്കും ഈ ഖുർആനിലെ ഓരോ ആയത്തുകളുടെയും മനോഹാരിത എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇപ്പൊ ഇന്നലെ ഇവിടെ ഫോക്കസ് ഇസ്ലാം യൂത്ത് നടത്തിയ ഫോക്കസിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നമ്മളൊരു 4 പേര് നമ്മളൊരു 4 പേര് അതിലും പങ്കെടുത്തതായിരുന്നു. അപ്പൊ അതിലും പറഞ്ഞിരുന്ന ഒരു വിഷയം ഖുർആനിലെ ചിന്തകൾ. അപ്പൊ ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് പേരോട് ചോദ്യങ്ങൾ മൈക്ക് പാസ് ചെയ്തു. ഇന്നിപ്പോ നമ്മള് എല്ലാവരും ഫോൺ നോക്കിയിരുന്ന ഒരു സമയം, ഇന്നലത്തെ ഇൻഫോ പാർക്കിന്റെ അവിടെ നടക്കുന്ന എല്ലാവരും പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമയം നമ്മൾ പറഞ്ഞ അതിന് 3/4 മണിക്കൂർ കഴിയാതെ പ്രോഗ്രാം ട്രൈ ചെയ്താലും അത് തുടങ്ങി കിട്ടൂല. നമ്മൾ കുഴിക്കാട്ടുമൂലയിലും ഈ ഇൻഫോ പാർക്ക് ജംഗ്ഷനിലൊക്കെ ബ്ലോക്ക് നല്ല രീതിയിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നതാണ്. അപ്പൊ ആ ഒരു സമയം എല്ലാവർക്കും മൈക്ക് പാസ് ചെയ്തുകൊണ്ട് ഖുർആനിൽ നിന്ന് കിട്ടിയ ചിന്തകളെ കുറിച്ച് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് എന്താണ് അമാനുഷികമായിട്ട് മനസ്സിലായെന്ന് വെച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞത്, ഓരോ ആയത്ത് വായിക്കുമ്പോഴും റബ്ബ് എന്നോടാണല്ലോ സംസാരിക്കുന്നത് ഇങ്ങനെ തോന്നിപ്പോവാ. അതല്ലാതെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വേറൊരാളോടാണോ ഈ ഒരു ആയത്തില് മറ്റെന്തോ ആണോ പറഞ്ഞത് എന്ന് ചിന്തിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്നോട് തന്നെ സംസാരിക്കണം. പലപ്പോഴും ഖുർആനിലേക്ക് തദബ്ബുർ ചെയ്യുന്ന സമയത്ത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു വിഷയമാണത്. ഏതൊരായത്ത് എടുത്തിട്ടുണ്ടെങ്കിലും എന്റെ അന്നത്തെ മുന്നത്തെ ഒരു കാലത്തോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്തോ നാളെയുള്ള ഒരു കാലത്തോ ഒരാളും മറ്റൊരാളും ഫേസ് ചെയ്യാത്ത എന്റെ ജീവിതത്തിൽ ഞാൻ എന്ന ഈ വ്യക്തിക്ക് മാത്രമുള്ള ഈ ഒരു വിഷയം, അത് റബ്ബ് എങ്ങനെ ഈ ആയത്തിൽ പറഞ്ഞെന്നുള്ളൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. ഈ കാഴ്ചയും കേൾവിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആദ്യം നമ്മൾ കുറെ ഡൗട്ട് വെച്ചിട്ട് ചിന്തിച്ചു, അതിപ്പോ മൂപ്പർക്ക് മാത്രം തോന്നിയിട്ടുള്ള ഒരു വിഷയമാവും എന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞ് ഖുർആനിലെ ഓരോ സ്ഥലത്തും വൈരുദ്ധ്യമാണ് എന്ന് തോന്നുന്ന 2 സ്ഥലങ്ങൾ പോലും എടുത്തത് അതിന്റെ വിശദീകരണം നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് വൈരുദ്ധ്യമല്ല, മറ്റത് പറഞ്ഞതിനെ ബാക്ക് ചെയ്യാന്നുള്ള ഭയങ്കര അത്ഭുതമാണ്. ലോകത്ത് നമ്മൾ ഏത് വചനങ്ങൾ വായിക്കുന്നതിനേക്കാളും ആനന്ദം കിട്ടുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഈ കേൾവിക്കും നമ്മുടെ ഈ ചെവി എന്ന ഈ മഹത്തായ അനുഗ്രഹത്തിനും ആനന്ദം ലഭിക്കുന്ന, നിർവൃതി ലഭിക്കുന്ന കാര്യങ്ങളാണ് ഖുർആനിലെ ഓരോ ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പറഞ്ഞ ഖുർആനിന്റെ ഇത് നമ്മൾ പലപ്പോഴും ഓരോരോ സെഷനുകളായിട്ടും ഓരോരോ ഖുതുബകളായിട്ടും കേട്ട്, അല്ലെങ്കിൽ റമദാനിൽ മാത്രം എടുത്ത് പൊടി തട്ടിയെടുത്ത് വായിച്ച് പോകുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഒതുക്കേണ്ടതല്ല. പ്രത്യേകിച്ച് ഉയർന്ന തലങ്ങളിൽ ചിന്തിക്കാനും ആ രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ തുടർ പഠനമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒന്ന് തന്നെയാണ് ഖുർആനിക പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന പേരിൽ ഖുർആനിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ദ ഇയർ ഉള്ള പഠനം വളരെ എന്താ പറയാ കൃത്യമായിട്ടുള്ള പോർഷൻ വെച്ചിട്ട് വ്യവസ്ഥാപിതമായി അപ്പം ആ ഒരു ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ വാർഷികമായിട്ടുള്ള, അതായത് സംസ്ഥാന സമ്മേളനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ
എറണാകുളം ജില്ലയിൽ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നടക്കുന്ന കൂടിയുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച. അതിന്റെ വിശദാംശങ്ങൾ ഫിറോസ് ഖാൻ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യും. കുട്ടികൾ ഓടിക്കുമ്പോഴേ ആ മൊബൈൽ താഴെ ശ്രദ്ധിക്കണേ. അതായത് ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠന ഇത് ഇപ്പൊ ഷഹർ പറഞ്ഞ മാതിരി ഈ 25-ാം തീയതി ഞായറാഴ്ച 25-ാം തീയതി അൽ-അമീൻ സ്കൂളിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു സ്റ്റേറ്റ് തലത്തിലുള്ള വാർഷികം നടക്കുകയാണ്, സമ്മേളനം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ സംരംഭം എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ, ഞാനിപ്പോ ഇന്നിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചപ്പോ ഒരു നോട്ടോ ഒരു പേടൊന്നും ഇല്ലാതെയാണ് വന്നത്. പക്ഷെ കൊച്ചിയിൽ നമുക്കൊരു ബിൽഡിംഗ് തന്നെ ഉണ്ട്, ഖുർആൻ ലേണിംഗ് സ്കൂൾ ബിൽഡിംഗ്, QLS ബിൽഡിംഗ്. 10-17 കൊല്ലങ്ങളായിട്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അവരുടെ ശനിയാഴ്ചകളുടെ ക്ലാസ്സിൽ ഞാൻ പോകാൻ നേരത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടേ പോകാറുള്ളൂ. ഒരായത്ത് പോലും കാണാതെ ഞാൻ പറയില്ല. കാര്യം എന്താ പറയുമോ, ഒരായത്ത് ഓതുന്നത് തെറ്റി അവിടെ മോനെ ആയത്ത് തെറ്റാണ്ട, ആയത്ത് തെറ്റാണെന്ന് വിളിച്ചു പറയും. അത്ര എനിക്ക് പേടിയാണ് അവിടെ പോയി ക്ലാസ് എടുക്കാൻ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് അമ്മാനി മൊഴിന്റെ തഫ്സീറാണെങ്കിലും മറ്റു തഫ്സീറാണെങ്കിലും ഒക്കെ വിളിച്ചു പറയും. 17-18 കൊല്ലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ അവരവരുടെ ജീവിതം മാറ്റിമറിച്ച അനുഭവങ്ങൾ. അപ്പോ ആ ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ ഒരു സമ്മേളനമാണ് ഈ വരുന്ന 25 ഞായറിന് 9:30 മണിക്ക് തുടങ്ങിയിട്ട് ക്ലോക്ക് ടൈമിൽ തന്നെ ഇൻഷാ അല്ലാഹ് തുടങ്ങും. ഇൻഫോ പാർക്ക് ടൈം അല്ല, ഇന്ത്യൻ ടൈമും അല്ല. ഇൻഷാ അല്ലാഹ് 2 ടൈമിംഗ് ഉണ്ടല്ലോ, ഒന്ന് ക്ലോക്ക് ടൈം പറഞ്ഞ സമയത്ത് തുടങ്ങാം, മറ്റൊന്ന് ഇന്ത്യൻ ടൈം. ഷഹലിനെ ഞാൻ വിളിച്ചപ്പോ ഷഹലിന്റെ അടുത്ത് ഇന്ത്യൻ ടൈമാണ് പറഞ്ഞത്, അതാണ് ഞാനിവിടെ എത്താൻ വയ്യത്. ക്ലോക്ക് ടൈം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്തിയാൽ. എന്നോട് 7 മണി നമ്മൾ പറയുമെങ്കിലും 7:30 തുടങ്ങുമ്പോ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് 9:30 മണിക്ക് അൽ-അമീൻ സ്കൂളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം, ഒരു പ്രസൻസ് അവിടെ വേണം. സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടാവും. ഇത് കൊച്ചി എറണാകുളത്ത് മാത്രം ബേസ് ചെയ്തിട്ടല്ല, സ്റ്റേറ്റ് സമ്മേളനം. സ്റ്റേറ്റിലുള്ള ഖുർആൻ പഠിതാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ സംബന്ധിക്കുന്നുണ്ട്. അത് ഖുർആൻ പഠനത്തിന് പ്രചോദനമേൽക്കും നിങ്ങളുടെ സാന്നിധ്യം. ആ സാന്നിധ്യം നിങ്ങളത് ഉണ്ടാക്കണം. അത് പറയണത് വിട്ടുപോയി പെട്ടെന്ന്. രണ്ടാമത് നിങ്ങളുടെ സാന്നിധ്യം മാത്രം പോലെ നിങ്ങളുടെ സഹായങ്ങളും വേണം. സാമ്പത്തികമായിട്ട് ഷമീമക്കുണ്ട് അതിന്റെ ഭാരമായി സാമ്പത്തികമായ സഹായങ്ങളും. മൂന്നാമത് നിങ്ങൾ അതിലുപരിയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും ആ സമ്മേളനം ഭംഗിയായി തുടങ്ങാനും ഭംഗിയായി അവസാനിക്കാനും എല്ലാവരുടെയും സാന്നിധ്യവും എന്തുദ്ദേശത്തിനാണോ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം സഫലമാകാനും ഒക്കെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും ഈ വരുന്ന ഞായറാഴ്ചത്തേക്ക് നിങ്ങളുടെ പ്രാർത്ഥന, സാമ്പത്തികമായ സഹായം, നിങ്ങളുടെ പ്രസൻസ് ഒക്കെ അവിടെ ഉണ്ടാകും. ഖുർആനിന്റെ പേരിൽ ഒന്നിക്കുന്ന സദസ്സ്, ഖുർആനിന്റെ പേരിൽ ഒന്നിക്കുന്ന ഒരു കൂട്ടം, അതൊക്കെ അള്ളാന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് ഓർക്കണം. അപ്പോ ഞാനൊരു KNM-ന്റെ ഭാരവാഹി എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ തന്നെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഈ QLS സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം വേണം, നിങ്ങളുടെ സഹായങ്ങൾ വേണം, പ്രാർത്ഥന. ഈ ഞായറാഴ്ച എന്തായാലും പുറത്ത് നാട്ടിലേക്കൊന്നും പോവാതെ ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ടാവണം. ആരും ഒന്നും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും ക്ലാസ് നടക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമ്മേളനത്തിനെ കുറിച്ച് ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ള, പൊതുവെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് അത് ഒരു പഠന സെഷനുകളായിട്ടുള്ള രീതിയിൽ ഉണ്ടാവില്ല. കുറെ ആളുകൾ കൂടുന്ന വലിയൊരു കൂടിച്ചേരൽ മാത്രമായിട്ടാണ് ഉണ്ടാവുക. കുറെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരലും ഒക്കെ. ഇതില് കുറച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക നേതാക്കളൊക്കെ വരുന്നുണ്ടെങ്കിലും ഓരോ സെഷനിലും ഖുർആനിന്റെ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ ഷെഡ്യൂൾ ഇന്നലെ കാണുകയുണ്ടായി. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മുഴുവൻ സമയം അതിനെന്താ പറയാ
ഒരു നിമിഷം പോലും നമുക്ക് വേസ്റ്റ് ആവാത്ത ഉപകാരപ്പെടുന്നതാവും. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നടന്നതുപോലെ കുട്ടികളുടെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. കാരണം വണ്ടർലാൻഡ് എന്ന പേരിൽ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല മുഴുവൻ സമയം എൻഗേജിങ് ആയിട്ടുള്ള സെഷനുകൾ അവിടെ ഓർഗനൈസും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടി സൂചിപ്പിക്കുകയാണ്. ഫിറോസ് ഖാന്റെ സംസാരം കേട്ടിട്ട് എന്ത് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മീൻ കച്ചവടക്കാരുടെ സംസാരം പോലെ എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണ് തോന്നിയത്. ഫിറോസ് ഖാന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ മൈക്കിന്റെ മുന്നിൽ സംസാരിച്ച ആളും ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒരു 5-10 മിനിറ്റ് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാം. പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. തനതായിട്ടുള്ള എന്താണോ ഫിറോസ് ഖാൻ അത് തന്നെയാവും. ഒരു മൈക്ക് മുന്നിലുണ്ടെങ്കിലോ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലെയാണെങ്കിലോ ഒരു മിമ്പറിന്റെ മേലെയാണെങ്കിലോ താഴെയാണെങ്കിലോ സംസാരിക്കാനുള്ള, അതായത് ജെന്യൂനാണ്. ഉള്ളു മനസ്സ് തുറന്ന് മനസ്സ് പഠിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതെന്ത് ഒരു പഠിപ്പിക്കുന്ന ഒരാൾ കേട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആ ഒരു ഫീലിംഗ് ഇല്ലാതെ നമുക്ക് മനസ്സ് തുറന്നുകൊണ്ട് ഇപ്പോഴത്തെ ഭാഷയിൽ, ഇന്ന് പറഞ്ഞ ഭാഷയിൽ പറയുന്നെങ്കിൽ ചെവി തുറന്നുകൊണ്ട് കേൾക്കാനും കൂടി പറ്റുന്നത് റബ്ബ് അദ്ദേഹത്തിന് എല്ലാവിധ പ്രതിഫലവും നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ഈ കൂട്ടായ്മ IFI എന്ന കൂട്ടായ്മ ഇപ്പം രൂപീകരിച്ചിട്ട് 2 വർഷത്തിന് മേലെയായി. അതിൽ നമ്മൾ ഒരുപാട് ഇതിലും കൂടുതൽ ഫ്രീക്വൻസിയിൽ പ്രോഗ്രാം നടത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരെയും ബിസി സ്കെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് 9ാമത്തെ തസ്കിയ മീറ്റാണ് അൽഹംദുലില്ലാഹ് നടന്നിട്ടുള്ളത്. 80-ൽ കൂടുതൽ പഠിതാക്കള് ഇപ്പൊ നമ്മുടെ അംഗങ്ങളായിട്ട് ഉണ്ട് അൽഹംദുലില്ലാഹ്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്ന, അതായത് നമ്മളിപ്പോ ഏകദേശം 11ഓളം പേര് വരുന്ന ഒരു കോർ ടീമാണ് ഇതിലുള്ളത്. ഈ നടത്തുന്ന ആളുകളിലും പല സംഘടനകളിലും മതസംഘടനകളിൽ അംഗമായിട്ടുണ്ട്. ഒരു മതസംഘടനയിലും ഒരു മെമ്പർഷിപ്പും ഇല്ലാത്ത ആളുകൾ. ഇതിൽ ഈ 9 ക്ലാസ്സുകളിൽ ഇവിടെ വന്നിട്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം KNMന്റെ ഒരു ഭാരവാഹിയാണെന്നുള്ളത്. ആ രൂപത്തിലുള്ള KNMന്റെ ഭാരവാഹികൾ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മറ്റ് മതസംഘടനകളിലുള്ളവർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഈ കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്മളും പല സംഘടനകളിലുള്ള ആളുകളുണ്ട്, ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകളുണ്ട്, പല രൂപത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പല രൂപത്തിൽ, അതായത് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ലാബിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നതെങ്കിൽ, ഇപ്പം ഇന്നലെ ഒരു സംഘടനയുടെ അടിയിലുള്ള അതിന്റെ സബ് ഓർഗനൈസേഷൻ ആണ് ഇന്നലെ ഇതേ വെന്യൂവിൽ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അതിൽ ഇതിന്റെ ഇരട്ടിയോളം വരുന്ന ആളുകൾ ഇവിടെ കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഇതും ഒരു സംഘടനയുടെ ലാബിലായിരുന്നെങ്കിൽ ഒരുപാട് പേര് വരുമായിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? പല രീതിയിലും ഇഹലോകത്തുള്ള ലാഭങ്ങൾ ഒരു എല്ലാവരും തന്നെ പറഞ്ഞു, ഒരു 10-20% ആളുകളെങ്കിലും മറ്റ് പല ആഗ്രഹങ്ങളും അതിന് മുന്നിൽ കണ്ടിട്ടുണ്ടാവും. സാമ്പത്തികമാവാം, പ്രശസ്തിയാവാം, മറ്റുള്ള ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്നതാവാം. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു ആശയത്തിന് വേണ്ടിയുമെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിച്ച് വരുന്നവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. നമ്മൾ ആ രൂപത്തിലുള്ള മറ്റൊരു ഫണ്ടിങ്ങോ വേറെ ഒരു സംഘടനയുടെ ഡയറക്റ്റ് സപ്പോർട്ടോ ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെല്ലാത്തിലും ഷോർട്ടേജുകളുണ്ടും. എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ഫുഡ് അടക്കം അറേഞ്ച് ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഈ ലോകത്തുള്ള ഒരു ലാഭം പോലും പ്രതീക്ഷിക്കാത്ത ഒരു കൊച്ചു കൂട്ടം ആളുകളാണ് ഇന്നിന്റെ മുന്നിൽ ഇവിടെ വന്നിരുന്നിട്ടുള്ളത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എല്ലാവരും ഒരേ ചിന്താഗതി, ഒരൊറ്റ ആഗ്രഹം മാത്രം, നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു മഹത്തായ ആ ഒരു നിമിഷം. സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം. നമ്മൾ ഇതുവരെ ഇന്നേ വരെ അനുഭവിക്കാത്ത ആ ഒരു നിമിഷം, ആ ഒരു നിമിഷം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു കൂട്ടം ആളുകൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ആ റബ്ബിന്റെ പശുവിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം നമ്മൾ ഇന്ന് മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒരു സംഘടനയുടെ ലാബിലോ ഒന്നുമല്ലാതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾ തമ്മിൽ ഒന്ന് അറിയേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഒരു ഉള്ളിൽ നിന്ന് കുറച്ചൊരു റേഡിയൻസ്, ഒരു വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ അത് അതിലുള്ളതാണ്. ആ ഒരൊറ്റ എല്ലാവരും ഒരേ ഒരു ആഗ്രഹത്തിന്റെ മേൽ വന്നിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എല്ലാവരും തമ്മിൽ ഒന്ന് പരിചയപ്പെട്ടിട്ട് എവിടെ വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് നാട്, എന്താണ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സ്നേഹം, ചെവി, ലിസ്ണിംഗും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പങ്കിട്ടുകൊണ്ട് പോകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ദൂരം നിന്ന് പള്ളുരുത്തിയിൽ നിന്ന് എല്ലാ ട്രാഫിക്കുകളുടെ ഇപ്പത്തെ കൊച്ചിയിലെ നല്ല മെട്രോ പണികളൊക്കെ നടക്കുന്ന അടിപൊളി സാഹചര്യങ്ങളെല്ലാം ധീരമായി തരണം ചെയ്തുകൊണ്ട് ഇവിടെ അതിന്റെ ഇടയിൽ ഒരു ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്തുകൊണ്ട്
നമുക്ക് വേണ്ടി ഇവിടെ വന്ന് നമ്മളെ വളരെ ഉണർത്തുന്ന രീതിയിൽ സംസാരിച്ച ഫിറോസ്കർക്ക് ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റെല്ലാവിധ തിരക്കുകളും ഈ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ മാറ്റിവെച്ചുകൊണ്ട് അല്പസമയം കണ്ടെത്തി ഇവിടെ വന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴാണ് എന്റെ കർത്തവ്യം അവസാനം എല്ലാം പറഞ്ഞതിന് ശേഷമാണ് നിർവഹിക്കുന്നത്. റബ്ബ് നാം എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഉദ്ദേശം. റബ്ബിനെ കാണുക എന്നുള്ള ആ ഒരു മഹത്തായ ഉദ്ദേശത്തിന്റെ പേരിൽ ഇവിടെ വന്ന് കൂടിയിട്ടുള്ളവർ റബ്ബിന്റെ എല്ലാവിധ ഇഹലോകത്തും പരലോകത്തും റബ്ബിന്റെ സഹായം റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.